ചൊല്ലും നേരം പാരം ഘോരം ഖേദകരം ശാന്തിയുടെ ധ്യാനത്തോളം തനുവേ നിവസിക്ക ഹല്ലേലൂയ ഓ നിൽപ്പാൻ തരമിൽ ദേവസുത വഴിയാത്രയിലെ പാതേയം നീയ ജഗതി പോച്ച ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. ബഹുമാന്യരായ വൈദികരെ, സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിലുള്ള പ്രമുഖരായ ബഹുമാന്യരായ ജനപ്രതിനിധികളെ, ഈ കുടുംബത്തിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റ് പ്രവർത്തകരെ, ശാരീരികമായ അസ്വാസ്ഥ്യശേഷം ഈ മകൻ നമ്മളിൽ നിന്ന് യാത്ര തിരിച്ചിരിക്കുകയാണല്ലോ. ബഹുമാനപ്പെട്ട തങ്ക വ്യക്തിത്വവുമാണ്. പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം പി തങ്കൻ സാറെ മറക്കുവാനായിട്ട് സാധിക്കുകയില്ല. സഭയുടെ എല്ലാ പ്രതിസന്ധി കാലങ്ങളിലെല്ലാം കാലം ചെയ്ത അഭിമന്യ തോമസ് പ്രഥമൻ ബാവായോടുകൂടെ ചേർന്ന് പ്രവർത്തിക്കുകയും അനേകം പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നിരുന്നതായ വ്യക്തിത്വമാണ്. പൗരോഹിത്യമുള്ള ഒരു ഈ സന്ദർഭത്തിൽ ഈ വേർപാട് ദുഃഖിച്ചിരിക്കുന്ന മക്കളോടും ബന്ധുമിത്രാദികളോടും മറ്റ് രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരോടും സാറുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും ദുഃഖത്തിൽ പങ്കുചേരുകയും അനുശോചിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് പെരുമ്പാവൂർ മേഖലയിലെ എല്ലാ വൈദികരുടെയും എല്ലാ പള്ളികളുടെയും എല്ലാ ഭക്തസംഘങ്ങളുടെയും മേഖലാ കൗൺസിലിൻ്റെയും അതിന് മേഖലയിൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇവിടെ വരുന്ന പല ആളുകളും നിറകണ്ണുകളോടുകൂടിയാണ് ഈ മൃതശരീരത്തെ സമീപിക്കുന്നത്. ഒരിക്കൽ കൂടെ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ശുശ്രൂഷയും ക്രമീകരിക്കുന്നതാണ്. അഭിവന്യ തിരുമേനിയോടും പഞ്ചരമ്പാച്ചന്മാരോടും വൈദിക ശ്രേഷ്ഠരോടുമുള്ളതായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നമുക്കറിയാം, തങ്കച്ചേട്ടന് ആസ്മ സ്കൂളുമായിട്ടുള്ളതായ ബന്ധം അഭേദ്യമായ ബന്ധമാണ്. അവിടുന്ന് ചുമതലയുള്ള ബിജുമോനച്ഛനും അതുപോലെ തന്നെ പ്രിൻസിപ്പളും അധ്യാപകരുമൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാ ആഴ്ചകളും ഏർപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആദരസൂചകമായിട്ട് പ്രസിഡന്റും LIC ചെയർമാനും ആയിരിക്കുന്ന
ായിരിക്കുന്ന തിരുമത്ത ശ്രീമേരി അനുശോചന രേഖപ്പെടുത്തുന്ന പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മാനേജരായിരിക്കുന്ന ഗുരുമത്ത സാർ അനുശോചന രേഖപ്പെടുത്തുന്ന പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി ആശ്രമ സ്കൂളിൻ്റെ അനുശോചനം രേഖപ്പെടുത്തപ്പെടുന്നു. കേരളത്തിൻ്റെ ആദരണീയനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി സതീശൻ കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായിരുന്ന ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ മകൻ ചാണ്ടി ഉമ്മനും കൂടെയുണ്ട്. നമ്മുടെ ബഹുമാനായ ശ്രീ കെ കൃഷ്ണൻകുട്ടി MP ആണ് പ്രധാനമന്ത്രി മിനിസ്റ്ററാണ് പ്രാധാന്യം നൽകുന്നത്. ജീവൻ ബ്രദർക്കും നൽകുന്നു കബറുകളുള്ളിൽ അവരവരുരുടിരുന്നേറ്റ് ഉയരേകുന്നി നിസ്തുതി ചെയ്തിടുന്നു ബാരക്കമോ. എൻ്റെ അഭിമന്യ തിരുമേനിയോടും പന്തിരപ്പാച്ചന്മാരോടും വൈദിക ശ്രേഷ്ഠരോടുമുള്ളതായ സാജിൽ സാറ് സംസാരിക്കും. മോഹനൻ ഇപ്പോൾ അറിയാൻ ലഭിക്കുന്നു. ഞങ്ങളോട് അനുശോചനം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങൾ സാർ എൻ്റെ പിതാവുമായി വലിയ ആത്മബന്ധം പുലർത്തിയ ഒരു നേതാവാണ്. അദ്ദേഹം മന്ത്രിയായിട്ടും UDF കൺവീനറുമായിട്ടൊക്കെ പ്രവർത്തിച്ചത് കേരളത്തിലും അതുപോലെ തന്നെ പാർട്ടിക്കും മുന്നണിക്കുമൊക്കെ വലിയ സംഭാവന നൽകിയിട്ടാണ് അദ്ദേഹം നിന്നത്. ഇന്ന് നമ്മളെ വിട്ട് അദ്ദേഹം വേർപിരിയുമ്പോൾ വലിയ നഷ്ടബോധം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും. ഞാനും ഈ വീട്ടിൽ വന്ന് തങ്ങൾ സാറിനെ കണ്ടിട്ടുണ്ട്. അദ്ദേഹവുമായി പലതവണ സംസാരിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാത്സല്യം അനുഭവിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വേർപാട് ഈ കുടുംബത്തിനുണ്ടാക്കിയിരിക്കുന്ന വലിയ നഷ്ടം. നഷ്ടത്തിൽ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെ പ്രിയപ്പെട്ട അമ്മയുടെയും അനുശോചനവും വേദനയും അവസരത്തിൽ പങ്കുവയ്ക്കുന്നു. എങ്ങനെയാണ്
ഒരു സമന്വയത്തിൻ്റെ പാത സ്വീകരിക്കുന്നത്, എങ്ങനെയാണ് അവരുടെ ക്രൈസിസ് മാനേജ് ചെയ്യുന്നത്, എങ്ങനെ രാഷ്ട്രീയ എതിരാളികളുമായി സമന്വയിച്ചുകൊണ്ട് പോകാം എന്നൊക്കെ സംബന്ധിച്ച് നമ്മുടെ നാടിന് കാണിച്ചു തന്ന, എന്നും തൻ്റെ ആശയത്തിൽ മുറുകെ പിടിച്ചിരുന്ന, ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ബഹുമാനിയായ ശ്രീ തങ്കച്ചേട്ടൻ്റെ പാവനമായ സ്മരണയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നു. കേന്ദ്ര അനുഗ്രഹം ക്ഷണിക്കുന്നു. ജീവിതത്തിൻ്റെ എല്ലാവരോടും സ്നേഹത്തോടും പരസ്പര ബഹുമാനത്തോടും എല്ലാ ജനവിഭാഗത്തെയും ചേർത്ത് നിർത്താൻ കഴിയുന്ന കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ, രാഷ്ട്രീയത്തിനപ്പുറത്ത് എല്ലാ ജനവിഭാഗങ്ങളും ബഹുമാനിക്കുന്ന ശ്രീമാൻ പി തങ്കച്ചേട്ടൻ്റെ പരിപാടിൽ ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും ചോദ്യം ചെയ്തു. പ്രാപിച്ചുകൊണ്ട് നിന്റെ കർത്തൃകൽപ്പന പ്രകാരം ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയ നിന്റെ ദാസന്റെ ആത്മാവിനുണ്ട് ഞങ്ങൾ കൊണ്ട് ഭക്തരതായി എന്റെ ഹൃദയം കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്നു. കർത്താവ് ജീവൻ കൊടുക്കുകയും അതെടുക്കുകയും ചെയ്യുന്നു. കുടുംബാംഗങ്ങളെയും നമ്മിൽ നിന്ന് വേർപിരിഞ്ഞ ഈ ആത്മാവിനെയും ദൈവഗണങ്ങളിലെ അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നതിനായ കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്ത് ഞങ്ങളെ പ്രിയ പി പി തങ്കച്ചൻ സാറിന്റെ ആത്മാവിന് നിത്യശാന്തി ചെയ്തു. ജ്യേഷ്ഠ സഹോദരന്റെ സ്ഥാനമാണ് അദ്ദേഹത്തിനുള്ളത്. അവന്റെ സ്മരണയ്ക്ക് മുന്നിൽ ഞാൻ അതീവ ദുഃഖത്തോടുകൂടി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഞങ്ങളുടെ നാളുകളെ ഞങ്ങളെ ഉപദേശിക്കണം. യഹോവേ, മടങ്ങി വരണമേ. ഇത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നിയണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾ ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തി, അവരുടെ മക്കൾക്ക് നിന്റെ മാത്രം വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തി സാധ്യമാക്കി തരണമേ. അതേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തി സാധ്യമാക്കി തരണമേ.
MP, MLA, രാഷ്ട്രീയ നേതാക്കന്മാരും എല്ലാവരും, പ്രതിപക്ഷ നേതാവ് സതീശൻ സാർ ഉൾപ്പെടെ എല്ലാവരും ആദരാഞ്ജലികൾ നടത്തുമ്പോൾ അവിടെ ആരും തിക്കും തിരക്കും കൂട്ടരുത് എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇപ്പോൾ ബഹുമാനായ KPCC പ്രസിഡന്റ് ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പാർട്ടി നേതാക്കന്മാരും കൂടി തങ്കച്ചൻ ചേട്ടന്റെ ഭൗതിക ശരീരത്തിൽ കോൺഗ്രസ് പതാക പുതപ്പിക്കുന്നതാണ്. ഇവിടെ നിൽക്കുന്ന ആളുകൾ അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നതിനായ കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്ത് ഞങ്ങളെ